തൃത്തല്ലൂർ ഇത്തിക്കാട് കാളി ദേവി ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തിൽ വീണ്ടും കടമ്പ് മരം പൂത്തു. തൃത്തല്ലൂർ ഇത്തിക്കാട് കാളി ദേവി ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തിൽ നട്ടുവളർത്തിയ കടമ്പുമരം വീണ്ടും പൂത്തു. ക്ഷേത്രത്തിൽ ഈ കടമ്പുമരം പൂക്കുന്നത് 3ാം തവണയാണ്. അപൂർവമായി മാത്രം പൂക്കുന്ന കടമ്പിന്റെ പൂക്കൾ ഭക്തരുടെയും പ്രകൃതി സ്നേഹികളുടെയും ശ്രദ്ധയാകർഷിക്കുകയാണ്. ചതയം നക്ഷത്രത്തിന്റെ വൃക്ഷമായി അറിയപ്പെടുന്ന കടമ്പിന് ഹിന്ദു വിശ്വാസങ്ങളിലും പുരാണങ്ങളിലും സവിശേഷ സ്ഥാനമാണുള്ളത്. വൃന്ദാവനത്തിലെ ഏറ്റവും പവിത്രമായ വനപ്രദേശങ്ങളിലൊന്നായ കടമ്പുവനവുമായി ശ്രീകൃഷ്ണന്റെ ജീവിതം ബന്ധപ്പെട്ടിരിക്കുന്നതായി പുരാണങ്ങൾ പറയുന്നു. കടമ്പുമരത്തിന്റെ കൊമ്പിലിരുന്നാണ് ശ്രീകൃഷ്ണൻ കുഴൽനാദം മുഴക്കിയതെന്നും രാധയുമായും ഗോപികമാരുമായും കടമ്പിന്റെ തണലിൽ സമയം ചെലവഴിച്ചതായും വിശ്വാസമുണ്ട്. കാളിയമർദ്ദനത്തിനായി യമുനയിലേക്ക് ചാടിയതും കടമ്പുമരത്തിന്റെ കൊമ്പിൽ നിന്നായിരുന്നു എന്നതാണ് മറ്റൊരു പുരാണകഥ. പക്ഷിരാജാവായ ഗരുഡൻ ദേവലോകത്തിൽ നിന്ന് അമൃതുമായി മടങ്ങും വഴി യമുനാ തീരത്തെ കടമ്പുമരത്തിൽ വിശ്രമിച്ചുവെന്നും അപ്പോൾ വീണ അമൃതിന്റെ ശക്തി കൊണ്ടാണ് പിന്നീട് കാളിയന്റെ വിഷം മൂലം ചുറ്റുമുള്ള സസ്യങ്ങൾ നശിച്ചപ്പോഴും കടമ്പുമരം മാത്രം നിലനിന്നതെന്നുമുള്ള വിശ്വാസവും പ്രചാരത്തിലുണ്ട്. ഹിന്ദുമതത്തിൽ ദേവവൃക്ഷമായി ആരാധിക്കപ്പെടുന്ന കടമ്പിന് വൃക്ഷാരാധനയിൽ പ്രധാന സ്ഥാനമുണ്ട്. പുരാതന മതസാംസ്കാരിക പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ വൃക്ഷം ശ്രീകൃഷ്ണ ഭക്തിയുടെയും ദേവപ്രീതിയുടെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. കടമ്പിന്റെ തൊലി, പൂവ്, കായ എന്നിവയ്ക്ക് ഔഷധ ഗുണങ്ങളുണ്ടെന്നും പൂക്കൾ പൂജാ ചടങ്ങുകളിലും സുഗന്ധദ്രവ്യ നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നുണ്ടെന്നും ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നു. മഹാഭാരതത്തിൽ പാണ്ഡവരുടെ തലസ്ഥാനമായിരുന്ന ഇന്ദ്രപ്രസ്ഥത്തിൽ വളർത്തിയിരുന്ന പ്രധാന വൃക്ഷങ്ങളിലൊന്നായി കടമ്പിനെ പരാമർശിക്കുന്നുണ്ട്. തുളുനാടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കന്നഡ ഗ്രന്ഥമായ ഗ്രാമപദ്ധതിയിലും കടമ്പ് മരത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഇത്തിക്കാട് കാളിദേവി ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തിൽ വീണ്ടും കടമ്പ് പൂത്തത് വിശ്വാസികൾ ശുഭസൂചകമായും ദൈവാനുഗ്രഹത്തിന്റെ പ്രതീകമായും കാണുകയാണ്. തൃത്തല്ലൂര് ഇത്തിക്കാട്ട് കാളി ക്ഷേത്രത്തിലെ നമ്മൾ 27 മരങ്ങൾ വെച്ചിരുന്നു. നക്ഷത്രവനായിട്ട് നമ്മൾ 27 നാളുകളുടെയും മരങ്ങൾ ഇവിടെ വെച്ചിരുന്നു. അതിലെ പെട്ട കടമ്പ് വൃക്ഷം അത് ഇപ്പോൾ പൂത്തിരിക്കുകയാണ്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് പൂക്കണത്. പ്രത്യേകിച്ച് ഇപ്പോൾ പൂത്തിരിക്കുകയാണ്. അപ്പോൾ ദേവിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു പൂവായിട്ടാണ് കദംബ വനവാസിനിയായിട്ടാണ് ദേവീനെ കാണുന്നത്. നമ്മുടെ ലളിതാസനത്തിൽ തന്നെ 2-3 പ്രാവശ്യം ഈ കദംബ വനത്തെ പറ്റിയിട്ടും കദംബ മരത്തെ പറ്റിയിട്ടും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദേവിക്ക് വളരെ പ്രിയങ്കരായിട്ട് തോന്നുന്ന ഈ കദംബ വൃക്ഷം അവിടെ പൂത്തിരിക്കുകയാണ്. അതൊരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്.